വൈക്കം മുറിഞ്ഞപുഴയിൽ 30 പേർ സഞ്ചരിച്ച വള്ളം മറിഞ്ഞ ഒരാളെ കാണാതായി. പാണാവള്ളി സ്വദേശി കണ്ണനെയാണ് കാണാതായത്. സംസ്കാര ചടങ്ങുകൾക്ക് എത്തിയ ആളുകൾ സഞ്ചരിച്ച വള്ളം മറിഞ്ഞാണ് അപകടം. വള്ളത്തിലുണ്ടായിരുന്ന ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തിയിരുന്നു. വള്ളത്തിലൊക്കെ വെള്ളം അടിച്ചു കയറി പിന്നെ എന്താണെന്ന് കണ്ണു പിടിച്ചുറഞ്ഞിട്ട് എനിക്ക് പൊന്നു ഓർമ്മ എങ്ങോട്ടാണ് താഴുന്നത്, എത്ര നേരമാണ് താഴണതെന്ന് അറിയാമോ? ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് ചാരി അവിടുത്തേക്ക് ജോസി ബാബു ചേരുന്നു. ജോസി, രക്ഷാപ്രവർത്തനം എങ്ങനെ നടക്കുന്നു? ധന്യ, രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഞാൻ ഈ അപകടമുണ്ടായ ആറിന് സമീപത്തുള്ളൊരു വീടിന് മുറ്റത്താണ് നിൽക്കുന്നത്. ഈ വീട്ടിലേക്കാണ് കൂടുതൽ ആളുകളെ രക്ഷപ്പെടുത്തി എത്തിച്ച ആളുകളൊക്കെയും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. 30ഓളം ആളുകൾ ഈ വള്ളത്തിലുണ്ടായിരുന്നു. അതിൽ 29ഓളം പേരെ രക്ഷപ്പെടുത്തി. പാണാവള്ളി സ്വദേശിയായ കണ്ണനെയാണ് കാണാതായത്. സിന്ധു എന്ന യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി പാണാവള്ളിയിൽ നിന്നും ഇവിടെ പുഴയിലെത്തിയ ആളുകളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം മടങ്ങുമ്പോൾ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഈ അപകടമുണ്ടായത്. മൂവാറ്റുപുഴയാറും അതോടൊപ്പം തന്നെ വൈക്കം കായലും തമ്മിൽ ചേരുന്ന ഭാഗം, ആ ഭാഗത്താണ് വള്ളം മറിഞ്ഞത്. ഈ കായലും അതോടൊപ്പം തന്നെ ആറും സംഗമിക്കുന്ന സ്ഥലമായതിനാൽ തന്നെ ഇന്ന് പൊതുവെ നല്ല ഒഴുക്കും അതോടൊപ്പം തന്നെ ശക്തമായ തിരയും ഉള്ള പ്രദേശമാണ് ഇവിടെയാണ് വള്ളം മറിഞ്ഞ് ആളുകൾ വെള്ളത്തിലേക്ക് വീണത്. സമീപ പ്രദേശത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളും അതോടൊപ്പം തന്നെ നാട്ടുകാരുമൊക്കെയും ഓടിയെത്തിയാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഒരു കക്കാവാരൽ തൊഴിലാളി സമീപത്തുണ്ടായിരുന്നു എന്നാണ് രക്ഷപ്പെട്ടൊരു വീട്ടമ്മ നമ്മളോട് പറഞ്ഞത്. ഈ അപകടത്തിന് 20 പേരൊക്കെ കൊള്ളുന്ന വള്ളമായിരുന്നു. ഒറ്റ വള്ളത്തിലാണോ ഇത്ര ആളുകൾ പോയിരുന്നത്? ധന്യ, ഈ പാണാവള്ളി ഭാഗത്തു നിന്നും റോഡ് മാർഗം സഞ്ചരിക്കുന്നതിലും അവർക്ക് ഇവിടേക്ക് ഈ മുറിഞ്ഞുപുഴ ഭാഗത്തേക്കൊക്കെ എത്താൻ സൗകര്യപ്രദമായ സഞ്ചാരമാർഗം ജലമാർഗമാണ്. കൂടുതൽ 1.5 മണിക്കൂറോളം ലാഭത്തിൽ അവർക്ക് കായൽ മാർഗം സഞ്ചരിച്ച് ഇവിടെ എത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കായലും ആറിലും കൂടെയാണ് ഇവിടെയുള്ള ആളുകളൊക്കെ ഇത്തരം സംസ്കാര ചടങ്ങുകളിലും വിവാഹ ചടങ്ങുകളിലുമൊക്കെ പങ്കെടുക്കുന്നതിനായി സഞ്ചരിക്കാറുള്ളത്. ആ നിലയ്ക്ക് വളരെ പരിചിതരായ ആളുകളാണ്, വള്ളത്തിലൊക്കെ സഞ്ചരിക്കുന്ന ആളുകളാണ് ഉള്ളത്. പക്ഷേ നമുക്ക് പ്രാഥമികമായും അറിയാൻ കഴിയുന്നത് ആളുകൾ കൂടുതലുണ്ടായിരുന്നു. ഈ 30ഓളം പേർ ഈ ഒരു വള്ളത്തിൽ കയറുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാമല്ലോ. സ്വാഭാവികമായും ആ നിലയ്ക്ക് ആളുകൾ വളരെ കൂടുതലുണ്ടായിരുന്നു. പക്ഷേ ഇവർക്കൊക്കെ നീന്തൽ അറിയാവുന്ന ആളുകളായതുകൊണ്ടും രക്ഷാപ്രവർത്തനങ്ങൾക്ക് സഹായകരമായി പലരും മറ്റു വള്ളങ്ങളിൽ പിടിച്ചു കടന്നു. മറ്റുള്ളവർ നീന്തി മറ്റു വള്ളങ്ങളുടെ സമീപത്തേക്ക് എത്തി. അങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടന്നത്. ഇപ്പോഴും നമുക്ക് ദൂരെ കായലിൻ്റെ കാഴ്ചയിൽ കാണാൻ സാധിക്കും. ബോട്ട് ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ ഇപ്പോഴും തിരച്ചിൽ നടത്തുന്നുണ്ട്. ഈ തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാകും ശക്തമായ തിരയുണ്ട്. അതോടൊപ്പം തന്നെ ഈ അടിയൊഴുക്കുമുള്ള പ്രദേശമാണ് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്, അതിലേക്ക്. പ്രാഥമികമായി എനിക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് ഒരാളെ മിസ്സിംഗ് എന്നാണ്. ബാക്കി എല്ലാവരും തന്നെ നമ്മൾ സുരക്ഷിതമായിട്ട് രക്ഷിച്ചിട്ടുണ്ട്. അതിൽ 22 പേര് ഇപ്പോൾ ഇവിടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തഹസിൽദാർ ഇപ്പോൾ എനിക്ക് തന്ന റിപ്പോർട്ട് പ്രകാരം അവരെ ഇപ്പോൾ സുരക്ഷിതമായിട്ട് അവരുടെ വീടുകളിൽ എത്തിക്കാനുള്ള സംവിധാനമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ പരിക്കുകളോ അങ്ങനെയൊന്നും ഇല്ല. ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ആർക്കും ഇല്ലെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആംബുലൻസും ഫയർഫോഴ്സിന്റെ സ്കൂബ സെറ്റ് പ്രോഗ്രാം ഞാൻ കണ്ടു, ഓൺ ദി വേ കണ്ടു. അപ്പോൾ അത് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ഇനിയിപ്പോൾ അടിയന്തരമായിട്ട് എത്തിക്കണമെങ്കിൽ പോലും നമ്മളവിടെ എല്ലാ സംവിധാനങ്ങളും ഇണക്കിയിട്ടുണ്ട്. വള്ളം ഇങ്ങോട്ട് 2-3 അടിയാ നീങ്ങിയുള്ളൂ. അപ്പം മോദം വന്ന് വള്ളത്തിലിട്ട് 3 പ്രാവശ്യം അടിച്ച് 4-മത്തേന് വള്ളം താന്നു പോയി. അപ്പം ഞങ്ങൾ വള്ളത്തെ കിടന്ന് എല്ലാവരും അയ്യോ കിട്ടി. പക്ഷെ വള്ളം താന്നു പോയപ്പോൾ ആളിങ്ങനെ പരപ്പിലായിപ്പോയി. പതച്ചിട്ടും തുഴഞ്ഞിട്ടും ഒരിടത്തും പിടുത്തം കിട്ടണില്ല. അപ്പോൾ വള്ളം പൊങ്ങി വന്നപ്പോൾ ആൺപിള്ളേർ പറഞ്ഞേ വള്ളത്തിന്റെ വലിയ മുറുക്കി പിടിച്ച് കിടക്കാൻ പറഞ്ഞു. അങ്ങനെ കുറേ നേരം പിടിച്ച് കിടന്നപ്പോൾ വള്ളം വിട്ടുപോയി. ഞങ്ങളിൽ നിന്ന് വിട്ടുപോയപ്പോൾ പിന്നെ വേറെ ഒരു കൊച്ചൻ
കക്കറച്ചിയും കൊണ്ടുപോകാൻ വന്നതാണ്. അത് അയ്യോ കൊട്ടുകെട്ട് വന്ന് ആ കൊച്ചിൻ്റെ വെള്ളത്തെ എല്ലാവരെയും പിടിപ്പിച്ച് കിടത്തി. പിന്നെ അത് കഴിഞ്ഞാണ് അങ്ങനും ഇന്നൊക്കെ 2-3 വെള്ളം വന്നത്. എല്ലാം വെള്ളത്തിൽ പമ്പി നടക്കുകയായിരുന്നു. ജോസി ബാബു വീണ്ടും ചേരുന്നുണ്ട്. ജോസി, ഇവര് സ്ഥിരമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നവരും കായലിനോട് ചേർന്നുള്ളവരും ഒക്കെ ആയതുകൊണ്ട് നീന്തലൊക്കെ അറിയാമായിരിക്കും. അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായിട്ടുണ്ട്. പക്ഷേ കണ്ണനും അത്തരത്തിൽ നീന്തൽ അറിയാമായിരിക്കും. മറ്റുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും കയറി നിന്നിട്ടുണ്ടോ? അത്തരത്തിലുള്ള തെരച്ചിലൊക്കെ നടക്കുകയാണോ? പാണാവള്ളി സ്വദേശി കണ്ണനെയാണ് കാണാതായിരിക്കുന്നത്. 30 പേരോളം ഉണ്ടായിരുന്നതാണ്. 29 പേരെയും രക്ഷപ്പെടുത്തി. പാണാവള്ളി സ്വദേശിയായ കണ്ണനെ മാത്രമാണ് ഇനി കണ്ടെത്താനുള്ളത്. മുറിഞ്ഞപുഴയിലാണ് വള്ളം മറിഞ്ഞ് ഒരാളെ കാണാതായിരിക്കുന്നത്. മരണവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. സ്ഥലത്ത് MLA CK ആശയുണ്ട്. ആശ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. എല്ലാ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വൈക്കം MLA പ്രതികരിച്ചത്. ഒപ്പം തന്നെ അവിടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെ, രക്ഷപ്പെട്ട ആളുകളുടെ പ്രതികരണം വന്നു. രക്ഷപ്പെടുത്താവുന്ന ആളുകളെ എല്ലാവരെയും ആ പ്രദേശത്തുണ്ടായിരുന്ന ആളുകൾ ചേർന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. പക്ഷേ കണ്ണനെക്കുറിച്ച് സൂചനയൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. കാലാവസ്ഥയും വളരെ മോശമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ അറിയില്ല. നീന്തൽ സ്വാഭാവികമായിട്ടും അറിയുന്ന ആളുകളായിരിക്കും. കാരണം വെള്ളം സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണ്. ഈ കായൽ ഓരത്ത് താമസിക്കുന്ന ആളുകളാണ്. അപ്പോൾ വർഷങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളായതുകൊണ്ട് നീന്തൽ അറിയാമായിരിക്കും. ജോസി ബാബു ചേരുന്നുണ്ട്. ജോസി, ഇവര് ഇതുമായി പരിചരിക്കുന്ന അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വലിയൊരു അപകടമില്ലാതെ മറ്റുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചു. കണ്ണനും സ്വാഭാവികമായിട്ടും നീന്തലൊക്കെ അറിയുന്ന ആളായിരിക്കും. മറ്റെവിടേക്കെങ്കിലും ഒഴുകിപ്പോയിരിക്കുകയാണെങ്കിൽ പോലും ഏതൊക്കെ മേഖലയിലാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്?